കേരളത്തിലെ മൂന്ന് മുന്നണികളുടെയും അവകാശവാദങ്ങളൊക്കെയും ശരിയാവണമെങ്കിൽ ആകെ 140 നിയമസഭാ മണ്ഡലം എന്നത് 240 ആക്കി മാറ്റേണ്ടി വരും. അല്ലാതെ ഈ മൂന്ന് പേരുടെയും കൂടി അവകാശവാദം ശരിയാക്കിയെടുക്കാൻ കണക്ക് ശരിയാവില്ല. 110 സീറ്റുകളോടെ അധികാരത്തിലേറുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് അവകാശപ്പെടുന്നത്. ഇന്നലെ ഞങ്ങളുടെ ലേഖകൻ അദ്ദേഹത്തോട് ഇനി എങ്ങാനും ജനവിധി എതിരായാൽ പ്രതിപക്ഷ നേതാവാകുമോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു വിഷയമേ ഉദിക്കുന്നില്ല, കേരളത്തിൽ വിജയത്തിൽ യാതൊരു സംശയവുമില്ല, അത് കഴിഞ്ഞ തവണത്തേക്കാൾ 2021 വലിയ വിജയമായിരിക്കുമെന്ന് ആത്മവിശ്വാസത്തോടുകൂടി അദ്ദേഹം പറയുന്നു. പ്രതിപക്ഷ നേതാവും അങ്ങനെ തന്നെയാണ് പറയുന്നത്. 100 സീറ്റോടെ UDF വ്യക്തമായ മെജോറിറ്റിയിൽ അധികാരത്തിൽ വരും, അതിൽ യാതൊരു സംശയവുമില്ല. കേരള ജനതയാകെ ഇടതുമുന്നണിയെ തൂത്തെറിയാൻ തയ്യാറായി നിൽക്കുകയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. ഇതിലും വലിയ അവകാശവാദമാണ് കഴിഞ്ഞ തവണ ഒരു സീറ്റിൽ പോലും ജയിക്കാൻ കഴിയാതിരുന്ന BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കണക്കനുസരിച്ച് 55 സീറ്റ്, പരമാവധി പോയാൽ 60 സീറ്റിനുമേൽ കേരളത്തിലെ ഇടതു വലതു മുന്നണികൾക്ക് കിട്ടാൻ യാതൊരുവിധ സാധ്യതയുമില്ല. അവിടെ കൂടുതൽ സീറ്റ് കിട്ടാൻ പോകുന്നത്, ബാക്കി സീറ്റുകൾ കിട്ടാൻ പോകുന്നത് BJPക്കായിരിക്കും. അപ്പോൾ BJP ആയിരിക്കും ഇതിനെയൊക്കെ നിയന്ത്രിക്കുക എന്നുള്ള ഒരു അവകാശവാദമാണ്. സമാനമായ അവകാശവാദം കഴിഞ്ഞ തവണയും BJPയുടെ അന്നത്തെ പ്രസിഡന്റും ഒക്കെ ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇങ്ങനെ അവകാശവാദം ഉന്നയിക്കാൻ സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടികൾക്ക് അവകാശമുണ്ട്. അവരിങ്ങനെ തന്നെയാണ് പറയേണ്ടതും. തോൽക്കും എന്ന് 100% ഉറപ്പുണ്ടെങ്കിലും വോട്ടെടുപ്പ് കഴിയുന്നതുവരെ തോൽക്കില്ല, ഞങ്ങളെ ജയിക്കൂ എന്ന് ആവർത്തിച്ചു പറഞ്ഞ് സ്വന്തം അണികളെയെങ്കിലും ആത്മവിശ്വാസത്തിൽ നിർത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്, അവരുടെ കടമയാണ്. അത് അവർ ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർക്കറിയാമല്ലോ ഇതിൽ ആരാണ് ജയിക്കാൻ പോകുന്നത്, ആരാണ് പരാജയപ്പെടാൻ പോകുന്നതെന്നൊക്കെ. മഹാഭൂരിപക്ഷം മനുഷ്യരും അവരുടെ മനസ്സിൽ ഒരു വിധി എഴുതിയിട്ടുണ്ട്. ആർക്കനുകൂലമായി ഇത്തവണ വോട്ട് കൊടുക്കണം, ആർക്ക് എതിരായിട്ടായിരിക്കണം തങ്ങളുടെ വിധി എന്നെല്ലാം കുറിച്ചിട്ടുണ്ട്. അവർക്ക് ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിയായിരിക്കും വരുന്നത്. ചിലർക്ക് ചിലപ്പോൾ അങ്ങനെ ഏത് പാർട്ടിയുടേതായാലും അന്ധമായ അടിമകളൊക്കെ ഉണ്ട്. അവർ ചിലപ്പോൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. ഇതൊക്കെ പറയുമ്പോൾ ശരിയായിരിക്കും, കിട്ടും എന്നൊക്കെ വിശ്വസിക്കും. പക്ഷേ സാധാരണക്കാരായ മനുഷ്യർ അവരാണ് തീരുമാനിക്കുന്നത് ആര് ഭരിക്കണം, ആരെ പ്രതിപക്ഷത്തിരുത്തണം, ആർക്കൊക്കെ ഇവിടെ അക്കൗണ്ട് കൊടുക്കണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത്. അത്തരം മനുഷ്യരുടെ അഭിപ്രായങ്ങൾക്ക് തന്നെയാണ് ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ വിലയുള്ളത്. ജനാധിപത്യത്തിൽ അങ്ങനെ അധികാരം ആര് എന്ന് നിശ്ചയിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ അഭിപ്രായമാണ് ന്യൂസ് 18 പൊതുവേദിയും തേടുന്നത്.